എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ വെച്ചാൽ ഔട്ട്ഡോർ യൂണിറ്റ്, അതായത് ഡെറ്റബിൾ എ സി ആയിട്ട് ഗസറ്റ് എ സി ആയിക്കോട്ടെ, അതെങ്ങനെ സ്പ്ലിറ്റ് എ സി ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ബിൽഡ് ചെയ്ത് ശരിയാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോക്ക് പോകുമ്പോൾ ആദ്യം പറ്റുക നിങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലേക്ക് നാളാക്കില്ലാതെ മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരേണ്ട ലൈക്ക് ചെയ്യുന്നത് മറന്നു, ലൈക്കിനെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമന്റ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ വീട്ടിൽ നമ്മൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഈ എ സിയുടെ പൈപ്പ് പൊട്ടി ഗ്യാസ് എല്ലാം പുറത്തു പോയതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് തണുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ വിളിക്കുന്നത്. നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഗ്യാസ് ശകലം പോലും എ സിയുടെ ഉള്ളിൽ ഇല്ലായിരുന്നു. ഗ്യാസ് വെച്ച് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ പൈപ്പ് പൊട്ടിയതായതിനൊക്കെ ഗ്യാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പൈപ്പല്ല, ഈ കാണുന്ന 4 പൈപ്പും പൊട്ടിയതാണ്. ഇത് നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള പൈപ്പ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ പൊട്ടിയെന്ന് വെച്ചാൽ, ഇത് കേബിൾ ടൈ കമ്പനി അടിച്ചാൽ വെച്ചിരുന്നത്. കുറേ കാലമായി അത് ചൂടായി കേബിൾ ടൈ പൊട്ടിപ്പോയപ്പോൾ ഈ വൈബ്രേഷൻ വന്ന് തമ്മിൽ ഉരഞ്ഞാണ് ഈ പൈപ്പ് പൊട്ടിപ്പോയത്. ഇപ്പം നമ്മളതിപ്പം ഗ്യാസ് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഭാഗം മൊത്തം പൊട്ടിയതാണ്. അവിടെ എല്ലാം നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നല്ല വേറിലൊക്കെ നല്ല ചൂടായതുകൊണ്ട് വെൽഡ് ചെയ്യണ വീഡിയോയും അതിനൊക്കെ വാക്കം ചെയ്യണ വീഡിയോയും അതിനൊക്കെ തന്നെ ഫ്ലഷ് ചെയ്യണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ് വേറിൽ. അപ്പോൾ ഞാൻ ചെയ്തിട്ട് ഭാഗം മാത്രം കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. നമുക്കിപ്പം ഇത് ഹാൻഡ് വെൽഡർ ഇട്ടാണ് നമ്മളിപ്പം ഇത് വെൽഡ് ചെയ്തേക്കണം ഗ്യാസിൻ്റെ. അതിനുശേഷം നമ്മൾ സോപ്പത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കി, ഓക്കെയാണ്, ഗ്യാസ് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല പൈപ്പിൽ കൂടെ. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ അതിൽ ഗ്യാസ് അടിക്കണം. ഗ്യാസ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, എ സി ഓണാക്കിയിട്ടുണ്ട് ഒരിക്കലും ഗ്യാസ് അടിക്കരുത്. ആദ്യം നിങ്ങൾ ഗ്യാസ് കയറ്റണം. ഗ്യാസ് കയറ്റി നമുക്ക് ആ ഗ്യാറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഗ്യാസ് കയറ്റി ആ സൗണ്ട് തീർന്നതിന് ശേഷം മാത്രമേ എ സി നമ്മൾ ഓണാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കംപ്രസറിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പം ഗ്യാസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇപ്പം എ സി ഓണാക്കിയിട്ടുണ്ട്, ഗ്യാസ് ഫുള്ളെല്ലാം കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എ സി ഓണാക്കി കംപ്രസർ വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയായിട്ട് ഐസ് പിടിച്ചു തുടങ്ങി, അതായത് ഗ്യാസ് കറക്റ്റ് കയറിയിട്ടില്ല. നമുക്കിപ്പോൾ എത്ര ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഒറ്റ ട്രിപ്പിൽ നിങ്ങൾ ഒരിക്കലും ഗ്യാസ് കയറ്റാൻ നിൽക്കരുത്. കുറേശ്ശെ മാത്രമേ നിങ്ങൾ ഗ്യാസ് കയറ്റാളൂ. ശാലം കയറ്റുക, ഇതിനെ ക്ലോസ് ചെയ്യുക, വീണ്ടും ശാലം കയറ്റുക, വീണ്ടും ക്ലോസ് ചെയ്യുക. അങ്ങനെ മാത്രമേ നിങ്ങൾ ഗ്യാസ് കയറ്റാളൂ. നമുക്കിപ്പം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗ്യാസ് ഇങ്ങനെ ഇവിടെ കാണാം, 40% ഇപ്പോൾ ഗ്യാസ് കയറിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 60ആണ്. ഇപ്പോൾ 40 കയറിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഗ്യാസ് നിങ്ങൾക്കൂടെ എപ്പോഴും ഞാൻ ഇപ്പം എൻ്റെ മാറി നിൽക്കുന്ന സമയത്ത് ആ വെയിലിൻ്റെ വെട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും നല്ല വെട്ടമാണ്. ഞാൻ ഇപ്പം വന്നപ്പോൾ എൻ്റെ തണലുകൊണ്ടാണ് ഇപ്പോൾ ഇതിപ്പം ഇത്രയും ഡാർക്കായിട്ട് കാണുന്നത്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല വെട്ടമാണ്. നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, അത്രയും ചൂടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്യാസ് കുറച്ച് കയറ്റണം. കയറ്റി ഇത് കണക്ക് നിങ്ങൾ കുറച്ച് മാത്രമേ ഗ്യാസ് കയറ്റാളൂ. ഒറ്റ ട്രിപ്പിന് ഗ്യാസ് കയറ്റി കഴിഞ്ഞാലുള്ള പ്രാവശ്യം ഗ്യാസ് സർവ്വതിനും മേലിൽ പോയി കഴിഞ്ഞാൽ കംപ്രസർ ചൂടായി ട്രിപ്പാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത് ഈ ഗ്യാസ് മൊത്തം നിങ്ങൾ തുറന്ന് കളയേണ്ടി വരും. അപ്പോൾ നമുക്ക് തന്നെ നഷ്ടം, ഗ്യാസ് വേസ്റ്റ് ആവും. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ കുറച്ച് കയറ്റുക. ഇപ്പോൾ 41 ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി കുറച്ച് നേരം നിൽക്കുക. അത് കണക്ക് തന്നെ നമ്മൾ പൈപ്പൊക്കെ പിടിച്ച് നോക്കുക, ഐസ് മാറിയാൽ നോക്കുക. ഐസ് മാറി വന്നാൽ തന്നെ അപ്പോൾ മനസ്സിലാവും ഏകദേശം ഗ്യാസ് ആയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് മാത്രമേ നമുക്ക് 60%, ഒരു 50 കഴിയുമ്പോൾ തന്നെ നമ്മൾ 45-50 കഴിയുമ്പോൾ തന്നെ 45 കഴിയുമ്പോൾ തന്നെ ഐസെല്ലാം മാറി കിട്ടും. 60 ആകുമ്പോൾ കറക്റ്റ് കൂളിങ്ങിലോട്ട് പോകും എ സി. ഇപ്പം നമുക്ക് നോക്കാം എത്ര ഗ്യാസ് ആയിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 45 ഗ്യാസിന് മേലെ ആയിട്ടുണ്ട്. അല്ല 50 ഗ്യാസ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 ഗ്യാസും കൂടെ നമുക്ക് കയറ്റിക്കഴിഞ്ഞാൽ നമ്മളെ എ സിയിലെ ഗ്യാസ് എല്ലാം പക്കയാണ്. നമുക്ക് വീണ്ടും പൈപ്പെല്ലാം അടിപൊളി തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി വീണ്ടും റിട്ടേൺ പൈപ്പിലൊക്കെ നല്ല തണുപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് 10 ഗ്യാസും കൂടെ കയറ്റാം. ഗ്യാസ് ഒരിക്കലും അടിച്ച് കൂട്ടരുത്. എപ്പോഴും ഗ്യാസ് കറക്റ്റ് ലെവലിന് മാത്രമേ നിങ്ങൾ അടിക്കാവുള്ളൂ. ഇത് 3 ഫേസാണ് എ സി, അതുകൊണ്ട് ഇതിൻ്റെ ആംബിയർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മൾ ആംബിയർ കൂടെ നോക്കിയാണ് നമ്മൾ ഗ്യാസ് അടിക്കുന്നത്. അപ്പം വീണ്ടും നമ്മൾ ഗ്യാസ് കയറ്റണം. ആ ഗ്യാസ് കയറ്റി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മളത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്ലോസ് ചെയ്യാൻ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം ഇനിയിപ്പം 60 ആയെന്ന് നോക്കാം. 60 ആയെങ്കിൽ ഗ്യാസ് പക്കയാണ്. പിന്നെ ഗ്യാസ് അടിക്കേണ്ട കാര്യമില്ല, ഗ്യാസ് അടിപൊളിയായി തണുക്കും. ഇപ്പം നമുക്കിവിടെ 60 ഗ്യാസ് ആയിട്ടുണ്ട്. ഇപ്പം ഗ്യാസ് എല്ലാം പക്കയാണ്. അതിനുശേഷം നമ്മൾ അടിപ്പോയിൻ്റെ തണുപ്പൊക്കെ നോക്കി. അപ്പോൾ തടയിലും നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് റൂമിൻ്റെ അകത്തൊക്കെ. ഇപ്പോൾ വലിയ പൈപ്പ്, റിട്ടേൺ പൈപ്പൊക്കെ നല്ല രീതിക്ക് തണുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത ബെല്ലൈക്കൻ ആടാക്കാതെ മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഗ്യാസ്, അതായത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഗ്യാസ് അടിച്ച് നമ്മളെ എ സിയിൽ ഗ്യാസൊക്കെ അടിക്കുന്ന ഈ വിധത്തിലാണ് ഗ്യാസൊക്കെ അടിക്കുന്നത്. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.